പാലക്കാട് ധോണിയിൽ പുലിയുടെ സാന്നിധ്യമെന്ന് നാട്ടുകാർ. ധോണി മൂലമ്പാടം സ്വദേശിനി ശാരദയുടെ കോഴിക്കൂട്ടിൽ നിന്ന് പുലി കോഴിയെ പിടിച്ചുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നിഖിൽ പ്രവേശിച്ചിരുന്നു. നിഖിൽ, പുലി കാരണം അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായോ? പറയൂ. തീർച്ചയായിട്ടും സ്കേൻ, ഇതിപ്പോൾ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനോട് വളരെ ചേർന്നാണ് ഇവരുടെ വീട്. ഈ മേഖലയിലെ ഏറ്റവും അവസാനത്തെ വീടാണ് ഇത്. ഈ കാണുന്ന കോഴിക്കോടിന് സമീപത്ത് നിന്നാണ് കോഴിയെ പിടികൂടിയത്. ഈ അമ്മ ശരിക്കും ഈ പുലിയെ കണ്ടു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. 7 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്താണ് അമ്മ കണ്ടത്? എന്തായിരുന്നു? പുലി ഇവിടുന്ന് അങ്ങോട്ട് പോണതാണ് കണ്ടത്. ഇവിടെയൊക്കെ കോഴിനെയൊക്കെ നോക്കിയിട്ട് കോഴിക്കോട് നേരത്തെ അടച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിനൊന്നും കിട്ടിയിട്ടില്ല. അതെല്ലാം തിരഞ്ഞ് അപ്പുറത്തൊക്കെ ആട്ടും കൂടെ ഉണ്ട്. അവിടെയൊക്കെ തിരഞ്ഞിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഇവിടുന്നൊന്നും കണ്ടില്ല. കുറച്ചപ്പുറത്ത് പോയപ്പോഴാണ് കണ്ടത്. അന്ന് എപ്പോഴും ഞാൻ ടെറസിൽ അങ്ങനെ കയറാറില്ല. അന്ന് ടെറസിൻ്റെ മുകളിൽ കയറിയതാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് മുതൽ കയ്യാല വരെ ഫോറസ്റ്റിൻ്റെ അവിടെ കയറുന്നവരെ കണ്ടു. അങ്ങോട്ടാണോ പോയത്? അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ചപ്പോൾ അവർ വന്നു, അവരും കണ്ടിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് പുലി നിങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് വന്നു, അവിടുന്ന് അങ്ങോട്ട് പോകുന്നതാണ് കണ്ടത്. അങ്ങനെ കണ്ടത് ഞാൻ കണ്ടതും ഒരു വടിവെച്ചൊരു ഏറ് കൊടുത്തു. പക്ഷെ അതിന് പേടിയില്ല, അത് ഓടുന്നൊന്നുമില്ല. ഇവിടുത്തെ ഒരു കോഴിയെ കൊന്നു അല്ലേ? കോഴിനെ കൊന്നു. കോഴിനെ കൊണ്ടുപോയില്ല. അപ്പോഴേക്ക് ഈ കുട്ടി കോഴിക്കോട് അടയ്ക്കാൻ വന്നപ്പോൾ കോഴിനെ കണ്ടു. പുലിനെയും കണ്ടു. പുലി പോണിപ്പോൾ ഇതൊക്കെ കയറി പോണത് കണ്ടു. സ്കേൻ, ഇപ്പോൾ നേരത്തെ നമുക്കറിയാം ധോണി എന്ന് പറയുമ്പോൾ PT7 പോലെയുള്ള ആനകളുടെയൊക്കെ ശല്യം കൊണ്ട് ആളുകൾ ഒരുപാട് പ്രയാസത്തിലായൊരു നാടാണ്. അവിടേക്കാണ് ഇപ്പോൾ ഈ പുലി, കടുവ ഇതിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ്. നമുക്ക് ഇവിടെ ഈ ഒരു കുട്ടിയാണ് ഇത് കൂടടയ്ക്കാൻ വന്നപ്പോൾ ഈ നേരിട്ട് കണ്ടിരുന്നത്. നമുക്ക് അവനോട് കൂടി ചോദിക്കാം. മോൻ എന്തായിരുന്നു കണ്ടിരുന്നത്? കോഴിക്കോട് അടയ്ക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അമ്മ അവിടെ നിന്ന് ടോർച്ച് അടിക്കണ്ടായിരുന്നു. കോഴിനെ എന്തോ പിടിച്ചിട്ട് കോഴി പെടയണ പറഞ്ഞിട്ട്. അപ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ വന്ന് നോക്കുമ്പോഴേക്കും ഞാൻ പോയി കൊണ്ട് വന്നതാണ്. ഈ മരത്തിൽ നിൽക്കണ്ടായിരുന്നു. മരത്തിന് താഴേക്ക് ചാടിയിട്ട് അങ്ങനെ കാട്ടിലേക്ക് ഓടി. കോഴിനെ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. അതായത് നല്ല പ്രായത്തെ ഇത്രേ ഉള്ളൂ. ഒരു ചെറുത് ഒരു ചെറിയ. നേരത്തെ ഇവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്? ഉണ്ട്. നമുക്ക് കോഴി കൂടുതലുണ്ടായിരുന്നതാണ്. ഏകദേശം ആ കോവിഡ് സമയത്തൊക്കെ ഞാൻ നല്ലോണം കോഴി ടൈം പാസിനും കൂടെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ടർക്കി കോഴിയൊക്കെ എനിക്കൊരു 10-20 ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പം കുറവാക്കിയാണ്. കാരണം ഞാൻ കൊല്ലാനും ഉപയോഗിക്കില്ല, കൊല്ലാൻ നമുക്ക് കഴിയില്ല. അപ്പം ഇങ്ങനെ വളർത്ത ഒരു രസത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം അത് തുറന്നു വിടാൻ പറ്റാത്ത സാഹചര്യം. ഞാനിപ്പോൾ ഒന്നും തുറന്നു വിട്ടിട്ടില്ല കോഴിനെ. പകലും നമുക്ക് ഒരു സേഫ്റ്റി ഇല്ലാത്ത പോലായി. കാരണം കാട്ടിൽ ഇത്ര സൈഡുമാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ നമുക്കിങ്ങനെ ഇത് വരുമ്പോഴേ ഭയങ്കര സങ്കടമാണ്. കാരണം നമ്മൾ ഇത്രയും പോറ്റി വളർത്തിയിട്ട് നിത്യം ഓരോന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിയല്ല, ഇപ്പോൾ നമ്മൾ സ്കൂളൊക്കെ പോയി അന്ന് സംഭവിച്ചൊരു 7:30 സമയത്താണ്. നമുക്ക് ഒരു സന്ധ്യയായ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ആവുമല്ലേ. കുട്ടികളൊക്കെ ഉള്ള വീടാണ്. സ്വാഭാവികമായിട്ട് കുട്ടികൾ ആ സമയത്ത് പുറത്തൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിരിക്കെ പോലും ഈ ജനവാസ മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. നമുക്ക് ശരിക്കും ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ വളരെ ചേർന്നാണ്, ഈ വീടിനോട് ചേർന്നാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ളത്. അവിടെ നിന്നാണ് ഇപ്പോൾ ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പുലി എത്തിച്ചേർന്നതും മടങ്ങിപ്പോയതും. എന്തായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥരോടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വീട്ടുടമ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ആശങ്കയ്ക്ക് ഒരു അറുതി ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആവശ്യം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ. ആ ഫോറസ്റ്റ് സ്റ്റേഷനോട് ഇത്ര ചേർന്നാണ് ഈ വീടുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. ആ വീട്ടിലേക്കാണ് ഇപ്പോൾ ഈ പുലി എത്തിച്ചേർന്നിട്ടുള്ളതും ഇവിടുത്തെ കോഴിയെ പിടിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര ആശങ്ക പ്രകടിപ്പിക്കുന്നതും. എസ്കെൻ, നിഖിലെ, അവിടെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ടെന്ന് പുലിക്കറിയാമോ? അതല്ലേ പ്രശ്നം?